ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു. അതായത് നമ്മൾ ദിനം പ്രതി കഴിക്കുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ് അത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ആർക്കും തന്നെ നമുക്ക് ദഹിക്കില്ല, പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നുന്നത് ഞാൻ പറയുകയാണ്. അതായത് ആ പത്രത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് റിപ്പോർട്ട് ചെയ്തേക്കണ AS ഉല്ലാസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിനിടെ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം കണ്ടെത്തിയത് 5.2 കോടി വില വരുന്ന ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. ഞാനിതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റ് 9 ജില്ലകളിൽ കൂടി കണക്ക് ചേർക്കുമ്പോൾ മരുന്ന് വിപണിയുടെ തട്ടിപ്പ് കൂടും. നിലവാരമില്ലാത്ത മരുന്നുകൾ സർക്കാർ വിതരണം ചെയ്യുന്നതിലും ഉണ്ട്. സംസ്ഥാനത്തെ 24,000 മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇവയിൽ പരിശോധന നടത്താൻ ആകെ 50 ഡ്രഗ് ഇൻസ്പെക്ടേഴ്സാണ് ഉള്ളത്. പകുതിയോളം മെഡിക്കൽ ഷോപ്പുകളിലും വർഷത്തിൽ ഒരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം. പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് മെഡിക്കൽ ഷോപ്പ് പരിശോധന കഴിഞ്ഞ് ആ മരുന്നിൻ്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങുമ്പോഴേക്കും ആ മരുന്നുകളെല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മരുന്നുകൾ എത്തുന്നുണ്ട്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജമരുന്നും എത്തുന്നുണ്ട്. കോട്ടയത്തിൽ മാത്രം 67 ഇനം മരുന്നുകളാണ് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് കണ്ടെത്തിയത്. അതായത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങി കഴിക്കുന്ന മരുന്നുകളൊക്കെ നമുക്ക് നല്ലതിനല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കഴിക്കുന്നത് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് മറ്റ് രോഗങ്ങളോട് വന്നു ചേരുകയാണ് ചെയ്യുന്നത്, അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ നമുക്ക് നിവർത്തികേട് കൊണ്ട് നമുക്കത് കഴിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ പണ്ടത്തെ വെച്ച് ഒരുപാട് നമ്മുടെ ജീവിതശൈലികൾ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഇതിനെ ആശ്രയിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പരമാവധി നമ്മൾ ശ്രമിക്കുക, മരുന്നുകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ചൊരു കാര്യമാണ്. രോഗങ്ങൾ കൊണ്ടല്ല നമ്മൾ മരിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മളുടെ മരണത്തിന് കാരണമാക്കുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായും തെളിഞ്ഞ കാര്യങ്ങളാണ്, അല്ലേ? നമുക്കത് അറിയാവുന്നതാണ്. എന്നാലും പിന്നീട് കാരണം നമ്മുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിലൊക്കെ ആശ്രയിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് ഒരിക്കലും മെഡിസിനെ ഞാൻ പൂർണ്ണമായിട്ടും തള്ളി പറയുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഇതിനൊക്കെ കാരണമായിട്ട്. കാരണം പണ്ടത്തെ വെച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറി, ഇല്ലേ? അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മരുന്നുകളിൽ നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനൊരു നേഴ്സാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ് ഈ ഹോസ്പിറ്റൽ എന്നൊക്കെ. നല്ല ബിസിനസ്സുകൾ വേറെയും ഉണ്ടാകും, പക്ഷെ അതിലും നല്ലൊരു ബിസിനസ്സാണ് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഉണ്ടാകുന്ന ലാഭം. കാരണം അങ്ങനെ ലാഭമില്ലാതെ നമുക്ക് ഇത്രയും ഹോസ്പിറ്റലുകളും മറ്റും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യണത്. അതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം, അല്ലേ? നാട്ടിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റിയ അതായത് നമുക്ക് പണം ഉണ്ടാക്കുന്നത്, ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാഭം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഈ മരുന്നുകളൊക്കെ ഈ കാലഹരണപ്പെട്ട മരുന്നുകൾ കൂടി ഇവർ വിൽക്കുന്നത്. കാരണം ഇത് വീണ്ടും നമ്മൾ വാങ്ങിച്ച് കഴിച്ചാലേ ഈ ഹോസ്പിറ്റലുകൾക്കും മരുന്ന് കമ്പനിക്കാർക്കും വീണ്ടും ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മളിതൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര വലിയ ഹോസ്പിറ്റലിലെ ഷെയർ നമ്മുടെ വലിയ വമ്പൻ രാജ്യം, അതായത് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ബിസിനസ് ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിലെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഷെയർ വാങ്ങിക്കണമെങ്കിൽ വെറുതെ ആരെങ്കിലും വാങ്ങിക്കുമോ? ലാഭം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത്രയും വലിയ അവിടെ നിന്നൊക്കെ വന്നിട്ട്, അതായത് കോടികൾ കൊടുത്താണ് ഈ ഷെയർ മറ്റും വാങ്ങിക്കണത്. അപ്പോൾ നമുക്കറിയാവുന്നതല്ലേ പല ഹോസ്പിറ്റലുകളിലെ ഷെയർ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അത് വെറുതെ ആരും വാങ്ങിക്കത്തില്ല. ഇതിനകത്ത് ലാഭമുണ്ട് എന്ന് കരുതിയിട്ട് തന്നെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഷെയർ വാങ്ങിക്കണത്. ഞാൻ ഒരിക്കലും ഈ മോഡേൺ മെഡിസിനെ ഒന്നും തള്ളിപ്പറയുന്ന ഒരാളായിട്ടല്ല. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും നമ്മൾ സ്വയമായിട്ട് നമ്മൾ മാറി നിൽക്കണം. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെറിയ രോഗം വന്നാലും നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിന്ന് പറയും നമുക്ക് ഇന്ന രോഗമുണ്ട്, ആ രോഗമുണ്ട്, ഈ രോഗമുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കും. നമ്മളിപ്പോൾ ഇവൻ ഡയബറ്റീസ്, അതായത് പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ നാട്ടിൽ
ഇതായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ. പക്ഷേ ഈ രോഗങ്ങൾ ഈ നമ്മുടെ ഈ കൊളസ്ട്രോളിനും മറ്റും മരുന്നുകളൊക്കെ കഴിച്ചാലുള്ള നമ്മുടെ പ്രമേഹത്തിലോട്ടും അതായത് ഡയബറ്റീസിലോട്ടും എത്തിച്ചേരുന്നുണ്ട്. അതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറയില്ല, അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുക്കത്തില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഈ ഹോസ്പിറ്റലിലോട്ടുള്ള ഇതങ്ങ് കുറയ്ക്കുക. നമ്മുടെ ജീവിതശൈലി ഒരുപാട് പണ്ടത്തേക്കാൾ ഒരുപാട് മാറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പ്രഷർ എന്നൊക്കെ അസുഖങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ചേഞ്ച് വരുത്തുക. നമ്മളിപ്പോൾ അതായത് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ അതായത് കൺട്രോൾ ചെയ്യേണ്ട ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. നമ്മുടെ വീട്ടു ചുറ്റുമുള്ള അതായത് നമ്മുടെ വീട്ടിലുള്ള പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള എന്തെങ്കിലും ജോലികളും ഒക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ഈ പ്രമേഹം എന്ന രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് ശരിക്കും അതിൽ നിന്നൊക്കെ നമുക്കൊരു ഇതെടുക്കാൻ പറ്റും, എന്ന് വെച്ചാൽ മാറി വരാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ആരും ശ്രമിക്കത്തില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന്. പക്ഷെ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നവരും നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. എനിക്കറിയാവുന്ന എല്ലാവരോടും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പണ്ടൊക്കെ പറയുന്ന ഈ ടാബ്ലറ്റ്സ് ഒന്നും അധികമൊന്നും കഴിക്കാതെ. പക്ഷെ ഇപ്പോൾ ആരോടും പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് ചീത്ത പിടിക്കും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാലും വീണ്ടും ഞാൻ പറയണം, കാരണം ഇപ്പം ഇങ്ങനെയെങ്കിലും നമ്മളൊരു ഓരോ വാർത്തകളും മറ്റും നമ്മൾ അറിയുന്നില്ല. ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇതുപോലെ രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സ്വയമായി ചിന്തിച്ച് നമ്മളുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ രോഗങ്ങൾ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ കുറയ്ക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ചിലതൊന്നും നമുക്ക് വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നേഴ്സാണ്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക.